ഗുൽമോഹർ കാ ജന്മദിൻ എന്ന കഥ നമ്മൾ ആരംഭിച്ചു. മീനാക്കി സഹേലിയ മീനാക്കെ ഗർ പഹുഞ്ചി. മീനയുടെ കൂട്ടുകാരികൾ മീനയുടെ വീട്ടിൽ എത്തി. അവർ ഗുൽമോഹറിൻ്റെ മരം കണ്ടു. കോമൾ കോമൾ പത്തിയോം വാല ഏക്ക് സുന്ദർ വൃക്ഷ്. നല്ല സോഫ്റ്റ് ഇലകളുള്ള ബ്യൂട്ടിഫുൾ മരം, ഭംഗിയുള്ള മരം. पत्तियों के बीच में से लाल और केसरिया रंग के सुंदर फूल जांग रहे थे. ഇലകൾക്കിടയിലൂടെ ചുവപ്പും കുങ്കുമ നിറമുള്ള ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് തോന്നുന്നത് എങ്ങനെയാണ്? പൂക്കൾ മീനയുടെ കൂട്ടുകാരികളെ കണ്ട് പതുക്കെ പതുക്കെ പുഞ്ചിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ഇനി എന്താണ് നോക്കാം. ജൂൺ 5 വിശ്വ പര്യാവരൺ ദിവസ്. അവിടെ ഒരു പോസ്റ്റർ ഉണ്ടാക്കണം, 2 പോസ്റ്റർ ഉണ്ടാക്കണം. അത് പിന്നീട് വീഡിയോ ഇടാം. ജന്മദിൻ കി ബധായി ഹോ ഗുൽമോഹർ. ജന്മദിൻ കി ബധായി ഹോ ഗുൽമോഹർ. ജന്മദിന ആശംസകൾ. ഗുൽമോഹറിന് ജന്മദിന ആശംസകൾ. നിർമ്മലാനെ ഹസ്കർ കഹ. നിർമ്മല ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മീന അബ് ബതാവോ ഗുൽമോഹർ കാ ജന്മദിൻ ക്യോ മനാ രഹി ഹോ. നിർമ്മലാനെ പൂച്ച. നിർമ്മല മീനയോട് ചോദിച്ചു, മീന അബ് ബതാവോ, ഇപ്പോൾ പറയൂ, ഗുൽമോഹർ കാ ജന്മദിൻ ക്യോ മനാ രഹി ഹോ, എന്തുകൊണ്ടാണ് ഗുൽമോഹറിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത്? യേ ബേച്ചാര പിछले രവിവാർ കോ ഹി കട്ടാ ജാനെ വാലാ താ. മീന പോലി. മീന പറഞ്ഞു, യേ ബേച്ചാര, ഈ പാവം മരത്തെ പിച്ചലെ രവിവാർക്കോ, കഴിഞ്ഞ ഞായറാഴ്ച കട്ടാ ജാനെ വാലാത, വെട്ടാനിരിക്കുകയായിരുന്നു. ക്യോ, എന്തുകൊണ്ട്? ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ ഇസ്പർ ഫൂൽ നഹി മാരഹേദേ, എന്തുകൊണ്ടാണ് മുറിക്കുന്നത്? അതേലെ പൂവുണ്ടായില്ല. 6 साल पहले घर तैयार हो जाने के बाद. 6 साल पहले 6 വർഷം മുൻപ് ഘർ തയ്യാർ ഹോ ജാനെ കെ ബാദ്, വീടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം മാമിനെ ബഗീച്ച ലഘുവായി, പുതിയ വീടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അമ്മ പൂന്തോട്ടം പിടിപ്പിച്ചു. ഹരി ഗാസ് ലഗായി, ലഘുവായി പച്ചപ്പുല്ല് വിരിച്ചു. ഫൂലോം കി ക്യാരിയാ ബൻവായി, തടങ്ങൾ, ക്യാരി എന്ന് പറഞ്ഞ തടം, ഓരോ ചെടി നടാൻ വേണ്ടി തടങ്ങളുണ്ടാക്കി. അമരൂദ്, ആം और ഗുൽമോഹർ के 2 പൗധേ ലഘുവായി. പേര, മാവ്, അതുപോലെ ഭാഗമരത്തിൻ്റെ 2 തൈകളും നട്ടു, ചെടികളും നട്ടു. एक में से लाल और दूसरे में से पीले रंग के फूल निकलने चाहिए थे. ഗുൽമോഹറിൻ്റെ 2 ചെടി നട്ടതിൽ ഒന്നിലെ ലാലവും ചുവന്ന പൂക്കളും ദൂസരേ മേസെ പീലെ രംഗ്, മഞ്ഞപ്പൂക്കളും ഉണ്ടാകുന്ന 2 ചെടികളായിരുന്നു. പേട് ലഗ്നേക്ക് കുച്ച് സാൽ ബാദ്, മരം നട്ട് കുറച്ച് വർഷത്തിന് ശേഷം ഏക് മേസെ പീലെ രംഗക്ക് ഫൂൽ നിക്കൽ ആയി. ഒരെണ്ണത്തിൽ മരം നട്ട് കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ ഒരെണ്ണത്തിൽ മഞ്ഞ പൂക്കൾ ഉണ്ടായി. ലേക്കിൻ ഈസ് പേട് പർ 14 साल भी फूल नहीं മായി. 4 വർഷമായിട്ടും മറ്റേ ഗുൽമോഹറിൽ, ചുവന്ന പൂക്കളുണ്ടാകുന്ന ഗുൽമോഹറിൽ എന്തുണ്ടായില്ല? പൂക്കളുണ്ടായില്ല. അച്ഛ തോഫിർ. നിർമ്മലാനെ പൂച്ച. അച്ഛ പറയുക, അച്ഛ. നിർമ്മല പറയുവാണ്, ഗുഡ്. ഇനി വീണ്ടും കഥ കേൾക്കാനുള്ള ആകാംക്ഷയിൽ അവൾ പറയുവാണ്, തോഫിർ, പിന്നെന്താ സംഭവിച്ചത്? മാംനെ കഹ, എൻ്റെ അമ്മ പറഞ്ഞു, ഇസ് പേട് കോ കടുവാക്കർ ദൂസരാ ലഘുവാത്തെ ഹേ, ഈ മരം മുറിച്ച് നമുക്ക് വേറൊരെണ്ണം നടാം. പർ മേ ഇസ് പേട് കോ ബഹുത്ത് ചാഹത്തി തി, പക്ഷേ ഞാൻ ഈ മരത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു, വളരെ സ്നേഹിച്ചിരുന്നു. മേ സോച്ചിത്തി, ഞാൻ ചിന്തിച്ചു, ഇസ് പേട് പർ ഫൂൾ തോ നഹി മായി, ഈ മരത്തേൽ പൂവുണ്ടാവില്ലേ? മഗർ ഇസ്കെ പത്തേ ഔർ ഇസ്കി ഡാലേം കിത്തനി സുന്ദർ ഹേ, ഇതിൻ്റെ ഇലകളും ചില്ലകളും എത്ര മനോഹരമാണ്. കിത്തനി ഡണ്ടി ഡണ്ടി ഛായ ദേത്തി ഹേ, എത്ര നല്ല തണുത്ത തണലാണ്, കാറ്റ്, ഛായ, തണൽ കിട്ടുന്നു, തണുത്ത തണൽ കിട്ടുന്നു.
और मेरे कमरे की खिड़की से ये कितना अच्छा लगता है. ഞാൻ എൻ്റെ റൂമിൻ്റെ ഖിടിക്കീസെ ജനലിലൂടെ നോക്കുമ്പോൾ എത്രയോ നല്ലതായി തോന്നുന്നു. മേ സോച്ചിത്തി ഞാൻ ചിന്തിച്ചു. ഇസ് പേട് പർ ഈ മരത്തിൽ ഏക് ന ഏക് ദിൻ ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം ജരൂർ ഫൂലായെങ്കിൽ തീർച്ചയായും പൂവുണ്ടാകും. മാംനെ പക്കാ ഫൈസല ലിയാദ പക്ഷെ അമ്മ ഉറച്ച തീരുമാനത്തിലായിരുന്നു. എന്തിൻ്റെ തീരുമാനമായിരുന്നു അമ്മ എടുത്തത്? പേട് കട്ട്വാനേക്ക മരം മുറിക്കുക. മേനെ മാംസെ ബഡേ പ്യാർ സെ കഹ ഞാൻ അമ്മയോട് സ്നേഹത്തോടെ പറഞ്ഞു. മാം അഗർ അഗലി ഗർമി മേ അമ്മേ അടുത്ത വേനൽക്കാലത്ത് ഇസ് പർ ഫൂൽ ന ആയത് നമുക്ക് അടുത്ത വേനൽക്കാലം വരെയും കൂടെ നമുക്ക് നോക്കാം. അന്നും പൂവുണ്ടായില്ലെങ്കിൽ ആ ബശ ഇസെ കടുവാതിജി തീർച്ചയായും അമ്മ മരം മുറിച്ചു. മനസ്സിലായോ എല്ലാവർക്കും? ഇനി വായിക്കുന്ന വീഡിയോ ഇടാം. അടുത്ത ഭാഗം നമുക്ക് വായിച്ചു നോക്കാം. ജൂൺ 5 വിശ്വ പര്യാവരൺ ദിവസ്, അതായത് എൻവിറോൺമെൻ്റൽ ഡേ, പരിസ്ഥിതി ദിനം. അങ്ങനെ മീനയുടെ കൂട്ടുകാർ മീനയുടെ വീട്ടിലെത്തി. ജന്മദിൻ കി ബദായി ഹോ ഗുൽമോഹർ, ജന്മദിൻ കി ബദായി ഹോ ഗുൽമോഹർ. നിർമ്മലാനെ ഹസ്കർ കഹ, നിർമ്മല ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഗുൽമോഹർ നിനക്ക് ജന്മദിന ആശംസകൾ. മീന അബ് ബതാവോ ഗുൽമോഹർ കാ ജന്മദിൻ ക്യോ മനാ രഹി ഹോ. മീന പറയൂ, ഗുൽമോഹർ കാ ജന്മദിൻ ക്യോ മനാ രഹി ഹോ, എന്തുകൊണ്ടാണ് വാഘമരത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത്? നിർമ്മലാനെ പൂച്ച, നിർമ്മല ചോദിച്ചു. യ ബേച്ചാര പിച്ചലെ രവിവാർ കോഹി കട്ട ജാനെ വാലാത്ത. മീന ബോലി, മീന പറഞ്ഞു, ഈ പാവ മരത്തിന് കഴിഞ്ഞ ഞായറാഴ്ച വെട്ടാനിരിക്കുകയായിരുന്നു. ക്യോം എന്തുകൊണ്ട്? ക്യോം കി ഇസ് പർ ഫൂൽ നഹീം ആരഹേരെ, എന്തുകൊണ്ടെന്നാൽ ഇതിനകത്ത് പൂവുണ്ടായില്ല. 6 साल पहले घर तैयार हो जाने के बाद माम ने बगीचा लगवाया. 6 വർഷം മുൻപ് ഘർ തയ്യാർ ഹോ ജാനെ കെ ബാദ്, വീടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മാംനെ അമ്മ ബഗീച്ച ലഘുവായ ഗാർഡൻ പിടിപ്പിച്ചു, ഉണ്ടാക്കി. ഹരി ഗാസ് ലഘുവായി പച്ചപ്പുല്ല് പിടിപ്പിച്ചു. ഫൂലോം കി ക്യാരിയാം ബൻവായി, ക്യാരി എന്ന് പറഞ്ഞാൽ തടം. നമ്മൾ ഓരോന്ന് നടാൻ വേറെ വേറെ തടങ്ങൾ എടുക്കില്ലേ, അങ്ങനെ പൂക്കൾക്ക് തടങ്ങളുണ്ടാക്കി. അമരൂദ് ആം ഔർ ഗുൽമോഹർ കെ ദോ പൗധെ ലഘുവായേ. പേര, മാവ്, പിന്നെ ഗുൽമോഹറിൻ്റെ 2 ചെടികളും നട്ടു. ഏക് മേസെ ലാൽ ഔർ ദൂസരെ മേസെ പീലെ രംഗ് കെ ഫൂൽ നിക്കലിനെ ചാഹിയേത്തെ. അതായത് 2 വാഗമരത്തിൻ്റെ 2 ചെടി നട്ടതിൽ ഒരു ചെടിയിൽ ചുവന്ന പൂക്കളുണ്ടാകും, മറ്റേതിൽ മഞ്ഞ പൂക്കളാണ് ഉണ്ടാകേണ്ടത്. പേട് ലഗ്നെ കെ കുച്ച് സാൽ ബാദ്, ചെടി നട്ട് അതായത് മരം നട്ട് കുറച്ച് വർഷത്തിന് ശേഷം ഏക്കുമേ ഒന്നിൽ പീലെ രംഗ് കെ ഫൂൽ നിക്കലായി, ഒരു മരത്തിൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടായി. ലേക്കിൻ എന്നാൽ ബട്ട് ഈസ് പേട് പർ 14 സാൽ ബി ഫൂൽ നഹീമായി. ഈ മരത്തിൽ രണ്ടാമതൊരു മരമില്ലേ, ചുവപ്പ് നിറത്തിലുള്ളതിൽ ഉണ്ടായില്ല, മഞ്ഞ നിറത്തിലുള്ള വാഗമരത്തിലുണ്ടായി. ലേക്കിൻ ഈസ് പേട് പർ ഈ ചുവന്ന പൂക്കളുണ്ടാകുന്ന മരത്തിൽ 14 സാൽ ബി 4 വർഷമായിട്ടും ഫൂൽ നഹീമായ പൂക്കളുണ്ടായില്ല. അച്ഛാ തോ ഫിർ, നിർമ്മലാനെ പൂച്ച. അച്ഛ അച്ഛ ഗുഡ്, തോ ഫിർ പിന്നീട് എന്തുണ്ടായി? നിർമ്മല ചോദിച്ചു. മാംനെ കഹ ഇസ് പേട് കോ കട്ടുവാക്കർ ദൂസര ലഘുവാത്തെ ഹെ. അമ്മ പറഞ്ഞു, ഇസ് പേട് കോ കട്ടുവാക്കർ ഈ മരം മുറിച്ചിട്ട് ദൂസര ലഘുവാത്ത ഹെ വേറൊരെണ്ണം നടണം. പർ മേ ഇസ് പേട് കോ ബഹുത്ത് ചാഹത്തി തി, പക്ഷേ ഞാൻ ഈ മരത്തിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു.
മേ സോച്ചിത്തി ഞാൻ ചിന്തിച്ചു, ഇസ് പേട് പർ ഫൂൽ തോ നഹി മായി. ഞാൻ ചിന്തിച്ചു, ഈ മരത്തിൽ പൂവുണ്ടാവില്ലേ. മഗർ ഇസ്കെ പത്തേ ഔർ ഇസ്കി ഡാലേം കിത്തനി സുന്ദർ ഹേ. എന്നാൽ ഇതിൻ്റെ ഇലകളും ഇതിൻ്റെ ചില്ലകളും കിത്തനി സുന്ദർ ഹേ, എത്ര മനോഹരമാണ്. കിത്തനി ഡണ്ടി ഡണ്ടി ചായ ദേത്തി ഹേ, എത്ര നല്ല തണുത്ത തണലാണ് തരുന്നത്. ഔർ മേരെ കമരേക്ക് ഗിടുക്കി സേ, എൻ്റെ മുറിയുടെ ജനലിലൂടെ നോക്കുമ്പോൾ യേ കിത്തന അച്ഛാ ലഗ്താ ഹേ, മരം എത്ര മനോഹരമായി തോന്നുന്നു. മേ സോച്ചിത്തി ഞാൻ ചിന്തിച്ചു, ഇസ് പേട് പർ ഏക് നാ ഏക് ദിൻ സെരൂർ ഫൂൽ ആയെങ്കിൽ. ഞാൻ ചിന്തിച്ചു, ഈ മരത്തിൽ ഏതെങ്കിലും ഒരു ദിവസം സെരൂർ തീർച്ചയായും ഫൂലായെങ്കിൽ പൂക്കളുണ്ടാകും, പൂക്കൾ വിടരും. മാംനെ പക്കാ ഫൈസല ലിയാദ, അമ്മ ഉറച്ച തീരുമാനം എടുത്തിരുന്നു. എന്തിനു വേണ്ടി അമ്മ ഉറച്ച തീരുമാനം എടുത്തേ? പേട് കട്ടുവാനേക്ക, മരം മുറിക്കാൻ അമ്മ ഉറച്ച തീരുമാനം എടുത്തിരുന്നു. മേനെ മാംസെ ബഡേ പ്യാർ സേ കഹ, മരം മുറിക്കൂന്ന് ഉറപ്പായി. മീന ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടെ പറഞ്ഞു, മാം അഘർ അഗലി ഗർമി മേ ബി ഇസ് പർ ഫൂൽ ന ആയേത്തോ. മാം അമ്മേ, അഗർ ഒരു പക്ഷേ, അഗലി ഗർമി മേ ബി അടുത്ത സമ്മറിലും കൂടെ, ഇസ് പർ ഫൂൽ ന ആയേത്തോ ഇതേ പൂവുണ്ടായില്ലെങ്കിൽ, ആപ്പ് ബേശക് ഇസെ കട്ടുവാ ദീജിയെ, താങ്കൾ തീർച്ചയായും ഇത് മുറിച്ചോളൂ. അങ്ങനെയാണ് അമ്മയോട് മീന പറഞ്ഞത്. അടുത്ത വേനൽക്കാലം വരെ നമുക്കൊന്ന് നോക്കാം, എന്നിട്ടും പൂവുണ്ടായില്ലെങ്കിൽ അമ്മ ഇത് മുറിച്ചോളൂ. മീന ചുപ്കെ ചുപ്കെ ഇസെ കുച്ച് ഔർ പാനി ദയാത്തി. മീന എന്ത് ചെയ്തു? ആരോടും പറയാതെ ഈ മരത്തിന് കുറച്ച് വെള്ളം കൊടുത്തു വന്നു. കിന്തു ഇസ് ഗർമി മേ ബി ഇസ് പർ പോയി ഫൂൽ നഹിങ്കില, ഈ സമ്മറിലും അതേൽ പൂവ് വിരിഞ്ഞില്ല. ഇസ് പർ മേ ബഹുത്ത് ഉദാസ്തി, ഞാൻ വളരെ സങ്കടത്തിലായിരുന്നു. മേനെ സോച്ച, ഞാൻ ചിന്തിച്ചു, മാം ഇസ്കോ സെരൂർ കട്വാ ദേങ്കി, അമ്മ എന്തായാലും ഇനി മരം മുറിക്കും. ഏക് ദിൻ മാംനെ മാലീസെ കഹ, ഒരു ദിവസം അമ്മ തോട്ടക്കാരനോട് പറയുന്ന കേട്ടു, ഇസ് ഗുൽമോഹർക്കോ കാട്ടുതോ, ഈ വാഘമരം മുറിക്കൂ. ഔർ ഇസ്കി ജഗഹ് പർ ദൂസര ഗുൽമോഹർ ലഗാഹോ, ഇതിൻ്റെ സ്ഥാനത്ത് വേറൊരു ഗുൽമോഹർ നടാൻ അമ്മ ഗാർഡനറോട്, അതായത് തോട്ടക്കാരനോട് പറയുന്നത് കേട്ടു. ഇവിടെ വരെയാണ് എടുക്കുന്നത്. എന്താ അമ്മ പറഞ്ഞത് മാലിയോട്? ഈ മരം അങ്ങ് വെട്ടുക, ഇതിൻ്റെ സ്ഥാനത്ത് വേറൊരെണ്ണം അങ്ങ് നടുക. ണ്ടോ ഇസ് ഗുൽമോഹർക്കോ കാട്ടുതോ, ഈ മരം മുറിക്കൂ. ഔർ ഇസ്കി ജഗഹ് പർ ദൂസര ഗുൽമോഹർ ലഗാവൂ, വേറൊരെണ്ണം നട്ട് പിടിപ്പിക്കാനാണ് പറഞ്ഞത്. ഓക്കെ.